ഇന്ന് നമ്മൾ +1 കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററായ തെർമോഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ടേം വാട്ട് ഈസ് തെർമോഡൈനാമിക്സ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് കെമിക്കൽ തെർമോഡൈനാമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹീറ്റ് ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസിൽ നടക്കുന്ന ഹീറ്റ് ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രീനെയാണ് നമ്മൾ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. ഇതിൽ നമുക്ക് രണ്ട് ടേംസ് പ്രധാനമായിട്ട് പഠിക്കാനുണ്ട്, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ സിസ്റ്റം നോക്കാം. സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്ട് ഓഫ് യൂണിവേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് എക്സെപ്റ്റ് സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്. ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തിനെയും നമ്മൾ സറൗണ്ടിങ് എന്ന് പറയും. സപ്പോസ് വി ആർ ടേക്കിംഗ് വാട്ടർ ഇൻ ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു എന്ന് വിചാരിക്കുക. ആ വെള്ളത്തിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളമാണ് അവിടുത്തെ സിസ്റ്റം. ആൻഡ് ആ ബീക്കറിൻ്റെ ചുറ്റുമുള്ള ഭാഗം എന്ന് പറയുന്നത് അത് എത്ര വരെ വേണമെങ്കിലും ആവാം, അതിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ്, അതിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റവും സറൗണ്ടിങ് ചേരുമ്പോഴാണ് യൂണിവേഴ്സ് ആവുക. ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ബൗണ്ടറി വിച്ച് മേ ബി റിയൽ ഓർ ഇമാജിനറി. ഇവിടെ സിസ്റ്റവും സറൗണ്ടിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ബൗണ്ടറി ഉണ്ട്. ഇപ്പം നമ്മൾ ബീക്കറിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ ബീക്കറിൻ്റെ വാൾസ് ആണ് അവിടുത്തെ ബൗണ്ടറി ആയിട്ട് വരിക. ചിലപ്പോൾ അത് റിയൽ ആയിരിക്കും, ചിലപ്പോൾ ഇമാജിനറി ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഏരിയനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടിയും ചേരുമ്പോഴാണ് യൂണിവേഴ്സ് ആവുക. Next, types of system. Depending on the ability to exchange heat and energy and matter. Energy എന്ന് പറയുമ്പോൾ ഇവിടെ ഹീറ്റ് ആണ് നമ്മൾ മീൻ ചെയ്യുന്നത്. എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ്. സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types. നമുക്ക് സിസ്റ്റത്തിനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഓപ്പൺ സിസ്റ്റം. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്. എനർജിയും മാറ്ററും സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ ഓപ്പൺ വെസൽ. നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒരു ഓപ്പൺ വെസലിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് തണുത്തു പോകും. അപ്പോൾ അവിടെ ഹീറ്റിൻ്റെ എക്സ്ചേഞ്ചും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്തു പോകും. അപ്പോൾ അവിടെ മാറ്ററിൻ്റെ എക്സ്ചേഞ്ചും നടക്കുന്നുണ്ട്. ഇത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കാം. നെക്സ്റ്റ്, ക്ലോസ്ഡ് സിസ്റ്റം. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി ആൻഡ് നോട്ട് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്. അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അവിടെ എനർജി എക്സ്ചേഞ്ച് മാത്രമേ നടക്കുള്ളൂ, മാറ്ററിൻ്റെ എക്സ്ചേഞ്ച് നടക്കില്ല. എക്സാമ്പിൾ, ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ. നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ ഒരു ലിഡ് വെച്ചിട്ട് നമ്മൾ വെള്ളം അടച്ചു വെച്ചു എന്ന് വിചാരിക്കുക. വെസലിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് തണുത്തു പോവും, പക്ഷേ അതിലെ വെള്ളത്തിനൊന്നും സംഭവിക്കില്ല. ഇവോപ്പറേറ്റ് ചെയ്യുന്നത് ആ ലിഡിൽ തട്ടി തിരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. അപ്പോൾ അതിൽ മാറ്ററിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, പക്ഷേ എനർജീൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ തണുത്തു പോകും. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി ആൻഡ് നോട്ട് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്. അങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കും. നെക്സ്റ്റ് ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കനോട്ട് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്. എക്സാമ്പിൾ, ഹോട്ട് വാട്ടർ ഇൻ എ തെർമോ ഫ്ലാസ്ക്. നമ്മൾ തെർമോ ഫ്ലാസ്കിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് കുറേ നേരം ചൂട് നിലനിർത്തും. അപ്പോൾ അവിടെ ഹീറ്റിൻ്റെ എക്സ്ചേഞ്ചും നടക്കുന്നില്ല, അതേപോലെ തന്നെ മാറ്ററിൻ്റെ എക്സ്ചേഞ്ചും നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കനോട്ട് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്യാം എന്ന് മനസ്സിലാക്കണം. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിൻ്റെ എബിലിറ്റി ടു എക്സ്ചേഞ്ച് ആൻഡ് എനർജി ആൻഡ് മാറ്റർ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. നെക്സ്റ്റ്, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. Extensive properties are the properties which depend on the amount of matter present in the system.
or these are the properties which change when a system is divided. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. അതേപോലെ തന്നെ ആ സിസ്റ്റം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വോളിയം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇൻറ്റേർണൽ എനർജി യു, എൻതാൽപ്പി എച്ച്, എൻട്രോപ്പി എസ്, ഗിബ്സ് എനർജി ജി ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി. ഇത്രയും ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസാണ്. ഈ പ്രോപ്പർട്ടീസൊക്കെ സിസ്റ്റത്തിലെ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. നെക്സ്റ്റ് ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. These are the properties which are independent of the amount of matter present in the system, or these are the properties which do not change when a system is divided. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. അപ്പോൾ ഇൻറ്റൻസീവ്, ഇൻഡിപെൻഡൻറ്റ് അങ്ങനെ ഓർത്താൽ മതി. ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. ആൻഡ് these are the properties which do not change when the system is divided. നമ്മൾ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോഴും ഈ പ്രോപ്പർട്ടിയിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. നേരത്തെ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറഞ്ഞത്, ഇവിടെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ എക്സെട്ര. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തു. അതിൻ്റെ ടെമ്പറേച്ചർ അറൗണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. ആ വെള്ളത്തിൽ ആ കണ്ടെയ്നറിനെ നമ്മൾ 2 കമ്പാർട്ട്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്തു. ഒരു എന്തെങ്കിലും ഒരു പീസ് വെച്ചിട്ട് നമ്മൾ 2 കമ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിനെ എ കമ്പാർട്ട്മെൻറ്റ് എന്ന് വിളിക്കാം, സെക്കൻഡ് വൺ ഈസ് ബി കമ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ രണ്ടിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ നോക്കിയാലും അതിൻ്റെതും 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ആ വെള്ളത്തിനെ നമ്മൾ 2ആക്കി ഡിവൈഡ് ചെയ്താലും അവിടെ ടെമ്പറേച്ചറിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. നേരത്തെ ഉണ്ടായിരുന്ന 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ എമൗണ്ട് ഓഫ് മാറ്ററിലും വ്യത്യാസം വന്നെങ്കിലും ആ പ്രോപ്പർട്ടിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. ഫസ്റ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എ ഫംഗ്ഷൻ ഓർ എ പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ആൻഡ് നോട്ട് ഓൺ ദ പാത്ത് ഫോളോഡ് ഈസ് കോൾഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. എ ഫംഗ്ഷൻ ഓർ എ പ്രോപ്പർട്ടിയാണ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി എക്സെട്ര. അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ടെമ്പറേച്ചർ ടി, പ്രഷർ പി, വോളിയം വി, ഇൻറ്റേർണൽ എനർജി യു, എൻതാൽപ്പി എച്ച്, എൻട്രോപ്പി എസ്, ഗിബ്സ് എനർജി ജി. Next, path function. These are the properties which depend on the path followed also. പാത്ത് ഫങ്ഷൻസ് ആ പാത്തിനെയും കൂടിയും ഡിപ്പെൻഡ് ചെയ്യും. ഈ പ്രോപ്പർട്ടീസ് ആ പാത്തിനെയും കൂടിയും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പാത്ത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹീറ്റ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുക ക്യൂ വെച്ചിട്ടാണ്. ആൻഡ് വർക്ക് ഡബ്ല്യു വെച്ചിട്ടാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട് എന്ന് ഓർക്കുക. സ്റ്റേറ്റ് ഫങ്ഷനും പാത്ത് ഫങ്ഷനും. സ്റ്റേറ്റ് ഫങ്ഷനിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. പാത്ത് ഫങ്ഷനിൽ ആ പാത്ത് ഫോളോഡിനെയും കൂടിയും ഡിപ്പെൻഡ് ചെയ്യും. Next is thermodynamic process. A process is the method by which a state change occur in a system. ഒരു സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ പാത്ത് അല്ലെങ്കിൽ ആ മെത്തേഡിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചു, ഒരു സിസ്റ്റത്തിൽ
ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡിനെയാണ് നമ്മൾ ആ ചേഞ്ച് നടക്കാൻ കാരണമായ മെത്തേഡിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ് ആർ, നമുക്കിവിടെ കുറച്ച് തെർമോഡൈനാമിക് പ്രോസസ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഐസോതെർമൽ പ്രോസസ്. ഐസോ എന്ന് പറയുമ്പോൾ സെയിം ആണ്, തെർമൽ ടെമ്പറേച്ചറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർ ദിസ് പ്രോസസ് ഡെൽറ്റ T, that is change in temperature, is equal to 0, but change in heat energy is not equal to 0. Delta Q is not equal to 0. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്. നെക്സ്റ്റ് ഈസ് ഐസോബാരിക് പ്രോസസ്. ഇത് പ്രഷറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാർ എന്ന് പറയുന്നത് പ്രഷറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. For such a process, delta P, that is change in pressure, is equal to 0. Next is Isochoric process. It is a process that occurs at constant volume. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആയി നടക്കുന്ന പ്രോസസ്സാണ് Isochoric process. For such a process, delta V, that is change in volume, is equal to 0. അപ്പോൾ 3 പ്രോസസ്സ് നമ്മൾ ഇവിടെ പഠിച്ചു. ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്. നെക്സ്റ്റ് നാലാമത്തെ പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് എനർജി. ഹിയർ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ഓർ ലീവ്സ് ഫ്രം ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്യൂ എന്ന് പറയുന്നത് ഹീറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എൻ്റർ ചെയ്യുന്നുമില്ല, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുന്നുമില്ല. ഹിയർ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ഓർ ലീവ്സ് ഫ്രം ദ സിസ്റ്റം. ഫോർ സച്ച് എ പ്രോസസ് delta Q, that is change in heat energy, is equal to 0, but delta T, change in temperature, is not equal to 0. Next one is cyclic process. It is a process that takes place in a cyclic manner. Cyclic mannerൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ cyclic process എന്ന് പറയുന്നത്. Here the system undergoes a series of changes and finally returns into initial state. ഇവിടെ സിസ്റ്റം കുറേ ചേഞ്ചസ് നടന്നിട്ട് ഫൈനലി അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർ സച്ച് എ പ്രോസസ് ഡെൽറ്റ യു, that is change in internal energy, is equal to 0 and change in enthalpy is also equal to 0. അപ്പോൾ അത് സൈക്ലിക് പ്രോസസ്. നെക്സ്റ്റ് ആറാമത്തത് റിവേഴ്സിബിൾ പ്രോസസ്. എവറി പ്രോസസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് 2 types of forces, driving force and opposing force. Driving force favors the process while opposing force opposes it. അപ്പോൾ ഏതൊരു പ്രോസസ്സിനെയും 2 ഫോഴ്സസ് ആണ് ആ പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഡ്രൈവിംഗ് ഫോഴ്സും ഉണ്ട്, ഒപ്പോസിങ് ഫോഴ്സും ഉണ്ട്. ഡ്രൈവിംഗ് ഫോഴ്സ് ആ പ്രോസസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ഫോഴ്സ് ആയിരിക്കും. ഒപ്പോസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിനെ പിറകോട്ട് വലിക്കുന്ന ഫോഴ്സ് ആയിരിക്കും. ഈ ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിങ് ഫോഴ്സും തമ്മിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റീൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ദിസ് പ്രോസസ് ക്യാൻ take place in both direction. If the driving and opposing force are differed by an infinitesimally small quantity, the process takes place in both direction. 2 ഡയറക്ഷനിലും നടക്കാനുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്മോൾ ക്വാണ്ടിറ്റി വ്യത്യാസമേ വരുന്നുള്ളൂ ഈ 2 ഫോഴ്സസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് 2 ഡയറക്ഷനിലും നടക്കാനുള്ള സാധ്യത ഉണ്ട്. സച്ച് എ പ്രോസസ് ഈസ് കോൾഡ് റിവേഴ്സിബിൾ പ്രോസസ്. For a reversible process, the system and the surroundings are always nearly in equilibrium with each other. അങ്ങനെ ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. സിസ്റ്റം സറൗണ്ടിങ് നിയർലി ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇർറിവേഴ്സിബിൾ പ്രോസസ്. If the driving and opposing forces are differed by a large quantity, ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിങ് ഫോഴ്സും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ലാർജ് ക്വാണ്ടിറ്റി ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കുക. ദെൻ ദ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ഓൺലി 1 ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സ് ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കുള്ളൂ. സച്ച് എ പ്രോസസ് ഈസ് കോൾഡ് ഇർറിവേഴ്സിബിൾ പ്രോസസ്. അങ്ങനത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ ഇർറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സ് 7 തരമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ ഈസ് ഐസോതെർമൽ പ്രോസസ്,
then isobaric process, isochoric process, adiabatic process, cyclic process, reversible process and irreversible process. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. താങ്ക് യു.